ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ തേർഡ് ഡിവിഷൻ എത്തിയിരിക്കുകയാണ്. ഈ സീസണിൽ തേർഡ് ഡിവിഷൻ എത്തി. സെക്കൻഡ് ഡിവിഷനാണ് ഇപ്പം മെയിൻ ടാർഗറ്റ് വരുന്നത്. സെക്കൻഡ് ഡിവിഷനാണ്. സെക്കൻഡ് ഡിവിഷനിലേക്ക് എത്താത്തതുകൊണ്ട് നമ്മൾ ടാർഗറ്റ് സെക്കൻഡ് ഡിവിഷനാണ്. സോ ഇപ്പോൾ സെക്കൻഡ് ഡിവിഷനിലേക്ക് എത്തിക്കണം. പിന്നെ അതിന് മുമ്പ് നമ്മൾ ഒരു കാര്യം തീരുമാനിച്ച് കോച്ചിനെ മാറ്റണം. സോ നമ്മൾ കൈക്കാരൻ്റെ അടുത്ത് മൂഞ്ചി. പിന്നെ നമ്മൾ സാബലൻസോനെ ഇട്ടിട്ടായിരുന്നു കുറച്ച് കാലമായിട്ട് കളിപ്പിച്ചിരുന്നത്. ഈ ഫോർമേഷൻ വെച്ചിപ്പോൾ കളിച്ച് നല്ല രീതിയിലുള്ള ഇതുണ്ട്, വിന്നും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട് ഈ ഫോർമേഷന്. ഈ ഫോർമേഷൻ മാത്രമല്ല, ഇവിടെ കളിക്കുന്ന പ്ലെയേഴ്സും കൂടെ നോക്കണം. പക്ഷെ അതും കൂടി നോക്കുകയാണെങ്കിൽ ഞാൻ ഈ ഫോർമേഷൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഇന്ന് പുതിയ കോച്ചിനെ സൈൻ ചെയ്യാൻ പോവുകയാണ്, ഗാസ്പെറിനി. ഈ ഗാസ്പെറിനി കോച്ച് എനിക്ക് ഭയങ്കര ഈ ഫോർമേഷൻ വെച്ച് കളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആവും. പക്ഷേ ഈ ഫോർമേഷൻ ലോങ് ബോൾ കൗണ്ടറിനും ക്വിക്ക് കൗണ്ടറിനും ഒരുപോലെ യൂസ് ആവുന്ന സാധനമാണ്. നമ്മൾ ഇപ്പോൾ ക്വിക്ക് കൗണ്ടർ കളിച്ചിട്ട് ഈ ഗാസ്പെറിനി സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഹാഫ് ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കൗണ്ടർ അറ്റാക്ക് ചെയ്ത് നല്ല കയറി പോവാം, നല്ല അറ്റാക്ക് ചെയ്ത് കളിക്കാം. എന്നിട്ട് സെക്കൻഡ് ഹാഫിൽ നമ്മൾ ലീഡ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ഹാഫിലും ലോങ് ബോൾ കൗണ്ടറിലോട്ട് മാറ്റിയിട്ട് കളിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഡിഫൻസ് കിട്ടുന്നതാണ്. പക്ഷെ നമ്മൾ ഞാൻ അതാണ് ഇപ്പോൾ എടുക്കാമായിരുന്നു, ഞാൻ അതുവരെ എടുക്കാമെന്ന് വെച്ചാൽ വേണ്ട വെച്ച്. കാരണം വെച്ചാൽ 2 വീക്ക് കഴിഞ്ഞിട്ട് എടുക്കണതാണ് ഏറ്റവും ബെറ്റർ. കാരണം വെച്ചാൽ നമ്മൾ കൈക്കാരനെടുത്ത് മൂഞ്ചിയത് ആണ് നമ്മളെ മെയിൻ കാരണം. എന്താ ഈ സാധനം എടുത്താണ് മൂഞ്ചി, ഇതാരും എടുക്കാതിരിക്കുക വെച്ചാൽ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വീക്ക് എടുത്തില്ല, സെക്കൻഡ് വീക്ക് നമ്മളാണ് എടുത്ത്. തേർഡ് വീക്കായപ്പോൾ കാർഡ് നമ്മളെ നെർഫിങ് ചെയ്ത് സാധനം ഒഴിവാക്കി. അതുപോലെ ഈ സാബലൻസോ എടുക്കാക്കുക. നോർമൽ ഇത് അങ്ങനല്ല, ഓൾറെഡി സാബലൻസ് ഉള്ളവർ എടുക്കാക്കുക. ഇത് ഈ മോറിന് അടിപൊളി കാർഡാണ്. സോ ഇത് പിന്നെ ഇപ്പോൾ എന്താണ് കോച്ചുമാർ പിന്നെ നോക്കുകയാണെങ്കിൽ ഇൻസാക്കി ഞാൻ ഒരുപാട് റിവ്യൂകൾ കണ്ട്. ഇൻസാക്കി അടിപൊളിയാണ്, നല്ല. പക്ഷെ ആ ഒരു 1500 കോയിന് വെച്ചെടുക്കുന്നതാണ് പ്രശ്നം. റൂബൻ അമോറിം അടിപൊളിയാണ്, പക്ഷെ ആ 1500 കോയിൻ്റെ വിഷയമുള്ളൂ, അല്ലാതെ വേറെ വിഷയമൊന്നുമില്ല. സോ നമ്മൾ കാര്യത്തിലോട്ട് പോവാം. കോച്ച് ഗാസ്പെറിനെ സൈൻ ചെയ്യാൻ പോവാണ്. ഗാസ്പെറിനി ഇതാണ് കോച്ച്. പെസ്സിൽ ലെജൻഡ് കോച്ചിന്, ടോപ്പ് ക്ലാസ് കോച്ചിന്. ഔട്ട് വൈഡ് അന്ന് പ്ലേ സ്റ്റൈലിൽ നിന്നാണ് പറഞ്ഞ്. ഈ പെസ് കളിക്കണമല്ലോ പറഞ്ഞിന്. നമ്മൾ കളിച്ചിട്ടില്ല പെസ്സൊന്നും. സോ ഒന്നും നോക്കാനില്ല, കൊടുക്കണേ ഭയങ്കര കൺഫ്യൂഷൻ. അത് കൊടുക്കുകയാണ് എന്തായാലും. സോ ഗാസ്പെറിനി 500 കോയിൻ പോയി, സാധനം കിട്ടി. പോയെന്ന് ഇനി പറയേണ്ടി വരാതിരിക്കട്ടെ. കോച്ച് ചേഞ്ച് മാനേജർ ഇവിടെ ഗാസ്പെറിനി. അങ്ങനെ നമ്മളെ മാനേജർ എടുത്തിരിക്കുകയാണ്. ഇത്രയും മാനേജർമാർ നമ്മളെ കയ്യിലുണ്ട്. നിലവിൽ 4 ബൂസ്റ്റർ മാനേജർമാർ. ലയണൽ സ്കലോണി, ഫ്രാങ്ക് റൈക്കാർഡ് വെറും വേസ്റ്റ് ആയിപ്പോയി. ലയണൽ സ്കലോണി അങ്ങനെയല്ല, വേസ്റ്റ് ചെയ്യുന്നല്ല. നമ്മൾ മെസ്സി ഉണ്ടായിന് ആ പാക്കിൽ, മെസ്സിക്ക് വേണ്ടിയിട്ടാണ് ആ പാക്ക് എടുത്തത്. അപ്പോൾ നമ്മളെ അടുത്ത് വേറെ മെസ്സിയും കിട്ടി. നോക്കുമ്പോൾ വേസ്റ്റ് ആയില്ല. കാരണം വെച്ചാൽ അർജൻറ്റീന സ്കോഡ് നമ്മളെ കയ്യിലുണ്ട്. ഇപ്പോൾ ഈ നാഷണൽ ടീമിൻ്റെ ഇവൻ്റൊക്കെ വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, വലിയ കിട്ടലാണ്. സോ നമുക്ക് സാധനം കിട്ടി. അപ്പോൾ ഇനി വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പക്ഷെ നമ്മൾ തേർഡ് ഡിവിഷൻ എത്തി. വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ആയിട്ട് വരുന്നുണ്ട്, വേറൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളെന്തായാലും ടൈമില്ല, 6:21 ആയിക്കണേ. നമ്മളെ നോമ്പെടുക്കാനൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അല്ലേ ഗൈസ്, കണ്ടിന്യൂ ചെയ്യാം. ഒരു മാച്ച് കളിച്ച് കാണിക്കാം. സോ ഗൈസ്, ഫസ്റ്റ് മാച്ച് പൊട്ടിയാലും ജയിച്ചാലും നോക്കാം എന്താണ് പാട് നോക്കാം. നമ്മൾ സാബലൻസോനെ വെച്ച് കളിപ്പിച്ച് ക്വിക്ക് കൗണ്ടർ കളിച്ചിട്ട് നമ്മളെ പുതിയ കോച്ച് ഗാസ്പെറിനിൻ്റെ ക്വിക്ക് കൗണ്ടർ നമുക്ക് ഒക്കെ ഉണ്ടോ നോക്കാം. പക്ഷെ നമ്മൾ ജസ്റ്റ് നോക്കുക. എന്തായാലും സൈൻ ചെയ്തല്ലേ, സൈൻ ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യണം പൊട്ടിയാലും. സോ നമ്മൾ വെയിറ്റ് ചെയ്യാം. ടൈം വളരെ കുറവാണ്, ആകെ 22 ആയിട്ടുണ്ട്.
ലാഗാണ് ഗൈസ്. ഒരു മാച്ച് എത്ര മിനിറ്റാ? 12 മിനിറ്റ് ആകുമ്പോൾ ടീം 32 34 പിന്നെ ഈ ലാഗും ഇവിടെ എന്തായാലും ഒരു 40 ആവും. ബാങ്ക് കൊടുക്കുന്ന ടൈമാവും. പക്ഷെ വന്നാൽ തീന് മാക്സിമം കളി ഫുള്ളാക്കാൻ ശ്രമിക്കുക. പറ്റുകയാണെങ്കിൽ ഫുള്ളാക്കാൻ. എന്നിട്ട് റേഞ്ചും ഇല്ല ഇങ്ങനെ തേങ്ങ ഒന്ന് വാടേ. എന്താണ് ഓപ്പണിന് കിട്ടാനില്ല. ഷോ ഗൈസ് കിട്ടി, അത് തന്നെ കിട്ടി. നോക്കാം, വെയിറ്റ് ചെയ്യാം. ഇവിടെ കറങ്ങാനുള്ള ഗൈസ് റേഞ്ചില്ലേ? 5G ആണ് കാണിക്കുന്നത്. എന്താണാവോ? അയ്യോ വരുന്നില്ല. പോയി തോന്നണം കേട്ടാ. വെയിറ്റ് ചെയ്യാം. ഷോ കിട്ടിയിരിക്കുകയാണ്, വേറെ ആളെ കിട്ടിയിരിക്കുകയാണ്. ഷോ ഒന്ന് 3rd ഡിവിഷൻ. റാങ്ക് ഉണ്ട് അത്യാവശ്യം. എന്തൊക്കെ ഉള്ളത് തോന്നണേ, ആർക്കറിയാം. നോക്കാം. ബാഡ്ജൊന്നും വെച്ചിട്ടില്ല. ബാഡ്ജ് വെച്ചോണാ ശ്രദ്ധിച്ചില്ല കേട്ടാ. സോ മിനിങ്ങൊക്കെ ഉണ്ട്. ഉള്ള സ്കോഡാണ്. കലിസണാണ് നമ്മളെ കീപ്പർ. കലിസൺ വേണ്ട കളിക്കുന്നുണ്ട്. നെയ്മർ, ഹാരി കെയ്ൻ. ഓക്കെ, ഈ സ്കോഡ് തൽക്കാലം നമുക്കിത് മതി. സെക്കൻഡ് ഹാഫ് നമുക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും മാറ്റം വരുത്താം. സോ നമുക്ക് അപ്പോഴത്തെ സ്കോഡിന് മുമ്പ് നോക്കാം. ഡിജിറ്റൽ കൊടുക്കുന്നതിന് മുമ്പ്. ഓക്കെ, അയ്യോ ടോളസ്റ്റ് മാൻ സ്ട്രൈക്കറായിട്ടുണ്ട്. അതെന്താ ചങ്ങനെ പേരെന്തേനി? എന്തായാലും മൂപ്പര് നല്ല ക്രോസിലും തോന്നുന്നുണ്ട്. അവന് 2 വിങ്ങിൽ നല്ല അടിപൊളിയായിട്ട് ക്രോസിലാണ് ആളെ വെച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെ അത്യാവശ്യം നല്ല പ്ലേയേഴ്സാണ്. അലക്സാണ്ടർ അർണോൾഡ് റൈറ്റ് ബാക്കായിട്ട് കൊണ്ടുവന്നതാണ്. സോ ഗോൾ കൗണ്ടർ റോഡ്രി, ജെറാഡ്. കീപ്പർ അടിപൊളിയാണ്. പിന്നെ നൈസ് സ്കോഡാണ്. ഇനി നമുക്ക് ജസ്റ്റ് നമ്മൾ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കാം. കൗണ്ടർ ടാർഗറ്റ്. ഓക്കെ ഗൈസ്, നമ്മൾ ലാഗ് അടിപ്പിക്കുന്നില്ല, നേരെ പോവാം. 6:25 ആയിട്ടുണ്ട്. പക്ഷെ നോക്കാം, മാക്സിമം തീർക്കാൻ ശ്രമിക്കുക. 5:35. ഓക്കെ ഗൈസ്, മാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. മാച്ച് ഗാസ്പെറിനി. ഓക്കെ ഗൈസ്, ഇതാക്കുന്നുണ്ട്. കോഡ് ചെയ്യാം. ഓക്കെ, റാങ്ക് വെക്കുമ്പോൾ പക്ഷേ തന്നെ നമ്മൾ മിസ്റ്റേക്ക് ചെയ്തിരിക്കുകയാണ്. മിസ്റ്റേക്കാണ്. മാറ്ററല്ല. ഓക്കെ, പെട്ടെന്ന് വ്യാക. അയ്യോ എന്താ പോണേ. ഓക്കെ അതാ പോണേ ഉള്ളിലേക്ക്. ബോൾ വേണ്ട കയ്യിലാട്ടോ നമ്മൾ വെറും. ഓക്കെ ഫസ്റ്റ് ഗോൾ അടിച്ചിരിക്കുകയാണ്. സ്റ്റോയിച്ചു ഗോൾ. ഈസിയാണ്. ഈസി ഗോളായിരുന്നു. പക്ഷെ നോക്കാം. സ്റ്റോയിച്ചു ജെയ്സി എങ്ങനെയുണ്ട് പറയുക ഗൈസ്? ഭയങ്കര ജെയ്സി ഇഷ്ടപ്പെട്ടിട്ടെടുത്താണ് കേട്ടോ. അടിപൊളി പച്ച ജെയ്സി ഉണ്ട്, വെള്ള ജെയ്സി അടിപൊളി. അടിപൊളി ഒരു നാക്കുള്ള ജെയ്സി. ഓക്കെ ഗൈസ്, വെക്കാം. അതായിരുന്നേ ഉള്ളിലേക്ക്. സോ അവൻ തുടങ്ങിയിരിക്കുകയാണ് ക്രോസിങ്ങും ഹെഡിങ്ങും. ഈ ചങ്ങായി അടിപൊളിയല്ലേ ഹെഡ് ചെയ്യണ ചങ്ങായി. ഹൈറ്റ് ഉണ്ടായതുകൊണ്ട് നോക്കേണ്ട ആവശ്യമില്ല, കൊടുക്കാം ഹെഡ് ചെയ്തിട്ടോളും. പക്ഷെ മൂപ്പര് ചാടണമെന്നില്ല, ജസ്റ്റ് നിന്ന പൊസിഷനിൽ നിന്നാണ്ട് ജസ്റ്റ് അങ്ങോട്ട് ഉള്ളിലേക്ക് തട്ടണു, അത്രേ ഉള്ളൂ.
തലകൊണ്ട് തട്ടണമെന്നുള്ളൂ, അല്ല വേറെ ഇതൊന്നുമില്ല. അടിപൊളിയാണ്. നെക്സ്റ്റ് ഗോള് മുങ്ങാ റെഡി ആയിക്കോളി. സ്നൈഡർ അല്ലാതെ പോണി. ഓക്കെ, നമ്മളത് ഡിഫെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ കോർണർ കിക്കിലോട്ട് പോയി. ഓക്കെ, ഇതൊക്കെ എടുക്കാം. ക്രോസ് ആയിട്ടൊക്കെ അല്ലാതെ വരുന്നേ. പക്ഷെ നമുക്ക് കോർണർ അടിക്കാൻ അറിയില്ല കേട്ടോ. കാരണം എന്താ പറയുക, അത്ര അടിപൊളിയായിട്ടൊരു പ്ലെയർ അവിടെ ഉണ്ടായിട്ട് ഓന് കാട്ടിയതണ്ടാ മറ്റോണ്ട് വിട്ടെടുത്ത്. മിസ്റ്റേക്കാണ്. ഓക്കെ, അലക്സാണ്ടർ ആർണോൾഡ്, ഫ്രാൻസ് ബെക്കൻബൗവർ. ഓക്കെ, അയ്യേ കൊളാക്കി ഗൈസ്. കൊടുത്തത് വേറെ മാറിപ്പോയി. ഓക്കെ ഗൈസ്, നോക്കാം. ഓക്കെ, സ്റ്റോയിച്ചിക്കോ നെക്സ്റ്റ് ഷോ. നല്ല ഷോട്ടായിരുന്നു, ബട്ട് നൈസായിട്ട് മെല്ലെ ഒന്ന് അറ്റാക്ക് ചെയ്താണ്. ചാൻസ് കിട്ടിയപ്പോൾ അത് അറ്റാക്ക് ചെയ്ത്. ഓക്കെ, ഉള്ളിലോട്ട് ഓ സേവ് ചെയ്തിരിക്കുകയാണ്. ജസ്റ്റ് ലാഗ് അടിപ്പിക്കല്ലേ. ഫാസ്റ്റ് ടൈമില്ല. 29 ഗൈസ്. 28 മിനിറ്റ് ഇവിടെ ആയപ്പോൾ ടൈം 29. അയ്യോ അത് കൊളായി ഗൈസ്. എന്താണിത്? സ്നൈഡർ. ഓക്കെ, അല്ലാതെ പോണേ. ഹാരി കെയ്ൻ. നമ്മളെ ഭാഗ്യം എന്നറിയാം. നമ്മൾ ഓക്കെ ആ ഭാഗ്യം തിരിച്ചെടുത്തിരിക്കുന്നു. ജെറാഡ് ഫസ്റ്റ് ഗോൾ അടിച്ചിരിക്കുകയാണ്. അവൻ്റെ ഫസ്റ്റ് ഗോൾ അടിച്ചിരിക്കുകയാണ്. മാച്ചിൽ ഫസ്റ്റ് ഗോൾ നമ്മളാണ്. നമ്മൾ മിസ്റ്റേക്കുകൾ ചെയ്ത് ഇപ്പോൾ ഇത് കളി തുടങ്ങിയാൽ തന്നെ നമ്മളെ പ്രശ്നമാണ്. നമ്മൾ കോച്ച് അടിപൊളിയായിട്ട് ക്യൂ കൗണ്ടർ കളിക്കാൻ പറ്റുന്നുണ്ട്. യാതൊരു വിഷയമില്ല. ഇപ്പോൾ ലോങ് ബോൾ കൗണ്ടർ നമ്മൾ നോക്കണം. ക്യൂ കൗണ്ടർ മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, ഓഫ് സൈഡ്. ഓക്കെ, ഓഫ് സൈഡ് പാസ് ഇട്ടപ്പോൾ തന്നെ ഓഫ് സൈഡ് എന്ന് അറിഞ്ഞിട്ട് ഉള്ള അവസ്ഥ ഉണ്ടല്ലോ, വേറെ തന്നെയാണ്. പക്ഷേ അത് മനസ്സിലായിട്ട് പിന്നതാകുമ്പോൾ ഓക്കെ അതായിരുന്നേ. എൻ്റെ പാസിങ് അങ്ങോട്ടാണെന്ന് അറിയായിരുന്നു, പക്ഷെ ഞാനത് അപ്പം തന്നെ ചെയ്തില്ല. സ്നൈഡറിനെ ഏറ്റവും കോഴ്സ് ഒന്നും കൊടുക്കണില്ല. സ്നൈഡർ കോഴ്സ് ഇടില്ല തോന്നുന്നു. എൻ്റെ അടുത്ത് സ്നൈഡർ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല അതിൻ്റെ പ്ലെയർ എന്തൊക്കെയാണ് പാടുന്നൊന്നും അറിയില്ല. നല്ല അടിപൊളി സ്ട്രൈക്കിങ് എബിലിറ്റി ഒക്കെ ഉണ്ട് ഇനി ആദ്യം. അപ്പോൾ അതൊക്കെ എടുത്ത് നെർഫിങ് ഒഴിവാക്കി തോന്നുന്നത്. അങ്ങനെയാണ് ഏതൊരു കാർഡും കൊനാമി കോളനി ആയി കഴിഞ്ഞാൽ ഒഴിവാക്കും. ഇപ്പോൾ ബസ്റ്റോണി പോവാൻ ചാൻസ് ഉണ്ട്. പോയാന്നറിയില്ല, പോകാൻ ചാൻസ് ഉണ്ട് എന്തായാലും. ബസ്റ്റോണിനെ നെർഫിങ് ചെയ്ത് ഒഴിവാക്കാൻ ചാൻസ് ഉണ്ട്. സോ ബസ്റ്റോണി ഇവിടെ. സോ നമുക്ക് സെക്കൻഡ് ഹാഫ് പോകാം. സെക്കൻഡ് ഹാഫ് തീരുമാനം ഉണ്ടാക്കാം. നമ്മൾ ബാക്കിലാണ്. എനിക്ക് ലീഡെടുക്കണം. ക്വിക്ക് കൗണ്ടറാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇപ്പോഴും വേറെ ഇതില്ല, ക്വിക്ക് കൗണ്ടർ തന്നെ. ഓക്കെ, സെക്കൻഡ് ഗോൾ അടിച്ചിരിക്കുകയാണ്. സിമ്പിൾ ഗോളാണ്. ഓക്കെ, പക്ഷേ ഈ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ഫാൻ ഇടാൻ പറ്റില്ല. പക്ഷേ ഈ അടിയിൽ കൂടി വേറെ സൗണ്ട് കയറി ഇരുന്നുകൊണ്ട് ഫാൻ ഇടാൻ കഴിയില്ല. ഭയങ്കര പ്രശ്നമാണ്. ശരിക്കും ഭയങ്കര വേർത്ത് ഇതാവും ഒരിക്കും. യെസ്, സൗണ്ടൊക്കെ പോയിക്കണേ ഗൈസ്. സൗണ്ടൊന്നുമില്ല. സെക്കൻഡ് ഗോൾ അടിച്ച് ഓഫ് സൈഡാണ് ഗൈസ്. ചങ്ങായി ഇതിനെ കിട്ടിയാൽ മുതലാട്ടെ ഗൈസ്. പിന്നെ ഇവൻ്റെ പേരെന്തായിരുന്നു ഞാൻ മറന്നുപോയി. ഇപ്പോൾ നിലവിലുണ്ട്. എൻ്റെ ഒരു നല്ല കാർഡ്, ഡബിൾ ബൂസ്റ്റർ കാർഡൊക്കെ ഉണ്ട് ഇപ്പോൾ നിലവിൽ. നമുക്ക് കിട്ടിയാൽ മുതലാണ്. ഞാൻ ജസ്റ്റ് സ്പിന്ന് ചെയ്ത് നോക്കിയാലെന്നുണ്ട്. നമ്മൾ നോർമലി 300 കോയിൻ ഞാൻ കുറേ കാലമായി സ്പിന്ന് ചെയ്തിട്ട്, അതുകൊണ്ട് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. 300 കോയിനിൽ 500 കോയിനിലൊക്കെ കിട്ടും. 300 കോയിൻ ഞാൻ പൊട്ടിക്കുകയുള്ളൂ എന്തായാലും. ഞാൻ ഒരുപാടായിട്ട് പൊട്ടിക്കില്ല. കാരണം ഞാൻ വേറെ പ്ലെയറിനെ എടുക്കാൻ വേണ്ടിയിട്ട് സേവ് ചെയ്ത് വെക്കണ കോയിനാണ്. ചെക്ക് വരുന്ന വിചാരിച്ച് എടുത്തേക്കണതാണ്. ചെക്ക് വരില്ല. ചെക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പ്ലെയറാണ്, അതുകൊണ്ടാണ്. അല്ലാതെ
കീപ്പറിൻ്റെ ആവശ്യം ഉണ്ടായതുകൊണ്ടല്ല, കീപ്പറിൻ്റെ ആവശ്യമുണ്ട് ഇല്ല എന്നല്ല, ബട്ട് ചെക്ക പ്ലെയർ എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ്. സോ നോക്കാം, കളി കണ്ടിന്യൂ ചെയ്യാം. അതാ വരുന്നത് കമ്പോ വാൻഡേവർട്ട് ഒക്കെ സ്റ്റോയിച്ചിക്കോ അങ്ങനെ ഓഫ് സൈഡ്. ഒക്കെ 3-2 സ്കോറിലാണ് നിൽക്കുന്നത് മാച്ച്. നമ്മൾ 3 ഗോൾ അടിച്ചിട്ടിരിക്കുകയാണ്. നല്ല കാര്യം. നമ്മൾ ഇങ്ങനെയൊക്കെ അടിച്ചിട്ട് ഒരുപാട് കാലമായി. ആകെ പൊട്ടി പണ്ടാകടങ്ങിയത്. പിന്നെ ഇങ്ങനെ ക്വിക്ക് കൗണ്ടറിനെ തിരിച്ചു വന്നാരെയാണ് കുറച്ചൊരു മെച്ചം കണ്ടത്. ഓക്കെ, ജയിച്ചില്ലെങ്കിൽ നമ്മൾ ഈ ഗോൾ അടിച്ചില്ലാണ് നമുക്ക് അഭിമാനിക്കാം. ഓക്കെ ഗായ്സ്, ഹാരി കെയ്ൻ. ഓക്കെ, അങ്ങനെ നമ്മൾ 4ാമത്തെ ഗോളും അടിച്ചിരിക്കുകയാണ്. 4 ഗോൾ, 4 ഗോൾ അടിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്നും നോക്കാനില്ല, പക്ഷെ നമുക്ക് ഇതാക്കാം. പക്ഷെ ലോങ് ബോൾ കൗണ്ടറിലോട്ട് മാറ്റാം. അറ്റാക്കിങ്ങിൽ നിന്ന് ഡിഫെൻഡ് ചെയ്ത് കളിക്കാൻ. അറ്റാക്കിങ് വേണ്ട, ഡിഫെൻഡ്. നമ്മൾ ഈ ലോങ് ബോൾ കൗണ്ടർ കളിക്കുമ്പോൾ ഉള്ളൊരു മെച്ചാണ്. നല്ല അടിപൊളിയായിട്ട് ഡിഫെൻഡ് ചെയ്ത് കളിക്കാൻ പറ്റും. നല്ല ഡിഫെൻസ് കിട്ടും എന്നുള്ളതാണ് ലോങ് ബോൾ കൗണ്ടറിൻ്റെ മെയിൻ മെച്ചം. ഡിഫെൻസ് പൊട്ടൂല. അത് അങ്ങനെ പൊട്ടൂല എന്നല്ല, അത്ര ഭയങ്കര സ്ട്രോങ് ആയിരിക്കും ആണ്. പക്ഷെ നമുക്ക് നോക്കാം. പക്ഷേ ലോങ് ബോൾ കൗണ്ടർ പ്ലേ സ്റ്റൈൽ പല ആൾക്കാർക്കും അറിയില്ല. പക്ഷേ പ്രത്യേകിച്ച് ഈ അധികം വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്ത യൂസേഴ്സ് ആകുമ്പോൾ അറിയില്ല. ചിലപ്പോൾ കുറച്ച് കാലമായി കളിക്കുന്ന പോലെ ആണെങ്കിലും അറിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ കുറേ കാലം ക്വിക്ക് കൗണ്ടർ തന്നെ കളിച്ചിരുന്നു. ഞാൻ ലോങ് ബോൾ കൗണ്ടറൊന്നും കളിച്ചിട്ടില്ല. പുഷിങ് ഗെയിം ക്വിക്ക് കൗണ്ടറൊക്കെ എനിക്ക് കുറേ കാലം കളിച്ചിരുന്നു. പിന്നെ കുറച്ച് കാലം മുമ്പേ ലോങ് ബോൾ കൗണ്ടർ കളിക്കാൻ തുടങ്ങിയത്. ഈ റീസൺ എന്താ വെച്ചാൽ ഞാൻ പുതിയൊരു അക്കൗണ്ട് തുടങ്ങി. അപ്പോൾ നമ്മളന്ന് രണ്ടാമതൊരു അക്കൗണ്ട് തുടങ്ങി. അതുണ്ടാവും ഈ ചാനലിൽ ഫസ്റ്റിലുള്ള വീഡിയോസിലൊക്കെ ഉണ്ടാവും 2 അക്കൗണ്ട്. ഞാൻ ഇങ്ങനെ ആ അക്കൗണ്ടിൽ എനിക്ക് ഫസ്റ്റ് മാനേജറിലായിരുന്നു. അങ്ങനെ മാനേജർ ഇല്ലാതായപ്പോൾ ഞാൻ എന്ത് വെച്ചാൽ സാധാരണ ക്വിക്ക് കൗണ്ടറിൻ്റെ മാനേജറിന് എടുക്കലായിരുന്നു. ഞാൻ അന്ന് നല്ല ലോങ് ബോൾ കൗണ്ടറിനെ പറ്റി നല്ല അഭിപ്രായങ്ങളൊക്കെ കേട്ടപ്പോൾ LBCൻ്റെ മാനേജർ എടുത്ത്, LBCൻ്റെ ഒരു GP എടുത്തുകൊണ്ട് LBCൻ്റെ മാനേജർ എടുത്ത്, നമ്മൾ ആഴ്സണലിൻ്റെ മാനേജർ. അങ്ങനെയാണ് LBC നമ്മൾ കളിച്ചു തുടങ്ങുന്നത്. പിന്നെ റൈക്കാർഡിൻ്റെ അടുത്ത് LBC ഒന്ന് റെഡി ആയപ്പോൾ റൈക്കാർഡ് വന്ന്. അപ്പോൾ റൈക്കാർഡിനെ പിന്നെ ഒന്നും നോക്കിയില്ല. നല്ല അഭിപ്രായങ്ങളൊക്കെ കേട്ടപ്പോൾ റൈക്കാർഡ് വർത്താവെന്ന് വിചാരിച്ചെടുത്ത്. ബട്ട് വർത്തായില്ല. ചെറിയ മാനേജർ നമ്മൾ എടുക്കുമ്പോൾ മിനിമം നമുക്കൊരു 6 മാസമെങ്കിലും മിനിമം നമുക്കൊരു കളിക്കാൻ പറ്റണം ആ മാനേജറായിട്ട്. അല്ലാതെ നമുക്ക് കാര്യമില്ല. ഒരു വർഷമൊന്നും നമ്മൾ പറയുന്നില്ല, 6 മാസമെങ്കിലും നമുക്ക് ഒരു മാനേജറിനെ യൂസ് ചെയ്ത് കളിക്കാൻ പറ്റണം. സോ അതാണ് എനിക്ക് പറയാനുള്ളത്. സോ പോവാം. 89 മിനിറ്റ് ആയിരിക്കുന്നു മാച്ച്. ഫസ്റ്റ് മാച്ച്. ഓക്കെ, അയ്യോ ട്രിബിളിങ്ങൊക്കെ നമുക്ക് ഈ മാനേജറിൻ്റെ ഒരു മെയിൻ പ്രത്യേകതയായിട്ട് ഞാൻ പറയുന്നത് നല്ല രീതിക്ക് ട്രിബിൾ ചെയ്ത് കളിക്കുക. അത് ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ട് എല്ലാവരും പറയുന്നുണ്ട് ഒരുപാട് നല്ല രീതിയിൽ ട്രിബിൾ ചെയ്ത് കളിക്കാൻ പറ്റുന്ന മാനേജറാണിത്. സോ നമുക്ക് വർക്ക് ആവണമുണ്ട്, നല്ല രീതിക്ക് ട്രിബിൾ ചെയ്ത് കളിക്കാൻ പറ്റുന്നുണ്ട് സോ നമ്മളങ്ങനെ 5 ഗോൾ അടിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം 5 ഗോളൊക്കെ അടിച്ചുകൊണ്ടൊരു മാച്ച് ജയിക്കുകയാണ്. സോ അവൻ ബാക്ക് അടിച്ച് പോയി തോന്നുന്നത്. അറിയില്ല, എന്തായാലും നമുക്കറിയില്ല. നോക്കാം, കഴിച്ചു അത്രയും നല്ലത്. 6:36 ടൈം. സോ വെയിറ്റ് ചെയ്യാം. ഓക്കെ, സോ ഗൈസ് അവൻ ബാക്ക് അടിച്ച് പോയി എന്ന് തന്നെയാണ് തോന്നുന്നത്. വരുന്നുമില്ല, റേഞ്ച് ഇല്ലാത്തതുകൊണ്ട്. വെയിറ്റ് ചെയ്യാം. ഓക്കെ, അവൻ ബാക്ക് അടിച്ച് പോയി. വോൺ. സോ നമ്മളെ ഫസ്റ്റ് മാച്ചാണിത്. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം. 43 പോയിൻ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. വലിയ ടോപ്പ് ക്ലാസ് യൂസറൊന്നും ആവാൻ ചാൻസ് ഇല്ല. ഓക്കെ, ഇനി ഒരുപാട് വീഡിയോ ആയിട്ട് വരും. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷോർട്സ് ആദ്യമായിട്ട് 500 വ്യൂവിൻ്റെ മേലെ പോയത് ഇപ്പോഴാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.
എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പല ആൾക്കാരും ലൈക്ക് അടിക്കുന്നില്ല, ഒന്ന് ലൈക്ക് അടിച്ച് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ വേണമെങ്കിൽ ഷെയർ ചെയ്യാം. ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, ഷെയർ ചെയ്യാം. സോ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ.